വളരെ നിരാശകരമായ ഒരു വാർത്തയുമായാണ് സോക്കർ ടോക്ക് ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. 2026 ലോകകപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി എന്നല്ല, തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതിയ ഇന്ത്യൻ ടീമിനെ കണ്ട ഫീലായിരുന്നു ഇന്ന് ഇന്ത്യ വേഴ്സസ് ഖത്തർ മത്സരത്തിൽ കണ്ടത്. കൃത്യതയാർന്ന പാസുകളും മനോഹരമായ അറ്റാക്കുകളും നല്ല ശക്തിയുള്ള പ്രതിരോധവും എല്ലാം തകർത്തത് റഫറിയാണ്. 37-ാം മിനിറ്റിലായിരുന്നു ഇന്ത്യയുടെ ഗോൾ. ഇന്ത്യക്കായി ലാലിൻ ജുവാലചാക്തെ ഒരു മനോഹരമായ ഗോൾ നേടുകയായിരുന്നു. ഒരു ഗോളിന് ജയിച്ചു നിൽക്കുമ്പോൾ തന്നെ രണ്ടാം ഗോളിന് വേണ്ടി അറ്റാക്ക് ചെയ്യുന്ന ഇന്ത്യയെ വീണ്ടും കാണാനായി. ഖത്തറിനെ പോലെയുള്ള ഒരു ടീമിനെതിരെ ഇന്ത്യ കളിക്കുമ്പോൾ ഒരു ഗോൾ നേടിയാൽ ഡിഫൻസീവിലാണ് പതിവ്. പക്ഷേ ഇന്ത്യയെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇന്ന് കണ്ടത്. ഡിഫൻസീവിലും ഫാൾട്ട് വരുത്താതെ അറ്റാക്കിംഗ് ചെയ്യുന്ന ഇന്ത്യയെ ഇന്ന് കാണാൻ കഴിഞ്ഞു. ഒന്നാം പകുതിക്ക് വിട്ടു ചൊല്ലുമ്പോൾ ഇന്ത്യ 1-0 ലീഡിലായിരുന്നു. എല്ലാം തിരിഞ്ഞത് 73-ാം മിനിറ്റിലാണ്. ഒരു ഫ്രീ കിക്ക് വീണ് കിട്ടിയത് ഹെഡറിലൂടെ ഗോൾ നേടാൻ ശ്രമിച്ചപ്പോൾ ഗോൾ കീപ്പർ ഗുർപ്രീത് സന്ധു രക്ഷകനായി. പക്ഷെ ഗുർപ്രീതിൻ്റെ കയ്യിൽ നിന്ന് ആ പന്ത് വഴുതുകയായിരുന്നു. അത് പുറത്തേക്ക് പോയെങ്കിലും ഒരു ബാക്ക് ഹീൽ പാസിലൂടെ ഖത്തർ താരം ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു. ഖത്തർ താരം ഐമൻ അത് വലയിലേക്കും. റഫറി ഗോളും വിളിച്ചു. വാദിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. ലക്ഷ്യത്തിലെത്താൻ വീണ്ടും ഇന്ത്യ ശ്രമിച്ചു. പക്ഷേ എല്ലാം പിഴച്ചു. 85-ാം മിനിറ്റിൽ വീണ്ടും ഗോൾ. അൽറാവിയുടെ ഒരു ഔട്ട്സൈഡ് ദി ബോക്സ് ഗോൾ ഗുർപ്രീതിന് തടുക്കാനായില്ല. സ്കോർ ബോർഡിൽ 2-1 തെളിഞ്ഞതോടെ ഇന്ത്യ തോൽവി ഉറപ്പിച്ചു. പക്ഷെ വിജയത്തിനായി ഇന്ത്യ വീണ്ടും പൊരുതുകയായിരുന്നു. ലോകകപ്പ് യോഗ്യത നേടാനുള്ള പോരാട്ട വീര്യം ഇന്ത്യയിൽ വീണ്ടും തെളിഞ്ഞു. പക്ഷെ റിസൾട്ടിൽ മാത്രം അത് കാണാനായില്ല. ക്യാപ്റ്റൻ സുനിൽ ഛേത്രി വിരമിച്ചതിന് ശേഷമുള്ള ആദ്യ മത്സരമായിരുന്നു ഇത്. കഴിഞ്ഞ കുവൈത്തിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു സുനിൽ ഛേത്രി അവസാനം കളിച്ചത്. പക്ഷേ അയാളുടെ അഭാവമൊന്നും ഇന്ത്യ ഈ കളിയിൽ കാണിച്ചില്ല. വരും കാലങ്ങളിൽ വലിയ പ്രതീക്ഷയുടെ സൂചനയാണ് ഇന്ത്യ ഈ മത്സരത്തിൽ നൽകിയിട്ടുള്ളത്. റഫറിയുടെ ചതിയില്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ക്വാളിഫയറിൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കുമായിരുന്നു. കാരണം അവരുടെ ആ ഒരു ഗോൾ ഇന്ത്യയെ മാനസികമായി തളർത്തി രണ്ടാം ഗോളിലേക്കും വഴിയൊരുക്കുകയായിരുന്നു. ഇതിനെല്ലാം മറുപടി കൊടുക്കാൻ ഇന്ത്യ തിരിച്ചു വരണം. ഇന്ത്യൻ ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ ടീമിന് കഴിയുമെന്ന പ്രതീക്ഷയോടെ സോക്കർ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.